ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് പച്ചരിയാണ്. അത് നമുക്കൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 തേങ്ങയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പകുതി തേങ്ങയും പകുതി അരിയായിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് വേണം ഒന്ന് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ലൂസായിട്ട് വേണം, ഇതുപോലെ ലൂസായിട്ട് വേണം മാവിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1.5 തവി ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചോറ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോറ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചോറ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്, ഇതുണ്ട്, നല്ലതായിട്ടാണ് അരച്ചേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്നിട്ട് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഉപ്പും കുറച്ച് ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും. നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ തവിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 8-9 മണിക്കൂർ നമുക്കിങ്ങനെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇവിടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു അപ്പച്ചട്ടി എടുത്താൽ നന്നായി ചൂടായതിന് ശേഷം ഒരു 1.5 തവി മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നിന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം തീ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കുക, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. നമ്മൾ മറച്ചൊന്നും ഇടുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.